ഞാൻ അജ്മാനിൽ തകാഫുല് ചോദിച്ച് ഒരു കടയിൽ കയറി 25,000 മർക്കസിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ആ കടക്കാരനെ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരു അനുകൂലമായ സ്വഭാവം തോന്നിയില്ല. നമുക്ക് 6 മാസത്തേക്കെങ്കിലും ഇങ്ങനെ ഒരു ധാരണയിൽ എന്നൊക്കെ പറയാൻ വമ്പുമ്പോ 6 മാസം എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് 6 കുട്ടികളെ തകാഫുൽ നിങ്ങൾ ചേർത്തിക്കോളി. ഒന്ന് ചോദിക്കാൻ നമുക്ക് തോന്നി. അതിന് ഉത്തരം കിട്ടാതെ വന്നപ്പോ ചുരുക്കി 6 മാസത്തേക്ക് പറയുമ്പോഴാണ് 6 എണ്ണത്തെ മുഴുവൻ വർഷത്തിലേക്കും ചേർത്തണം എന്ന് അയാൾ പറയുന്നത്. എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, കാലങ്ങൾക്ക് മുമ്പേ നമ്മളെ വീട്ടില് ചെറിയൊരു മുത്തഅല്ലിം വന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ പോറ്റിയ 7 മക്കൾ, ആ 7 മക്കളെക്കാൾ ഉമ്മ സ്നേഹിച്ച പിറക്കാത്ത ഈ മോൻ 8ാമത്തെ മോനായി വീട്ടിൽ വളർന്നു. ഞങ്ങളെ നാട്ടിൽ ഓതിപ്പടിച്ചു ജീവിച്ച മുത്തഅല്ലിം. അത് പണ്ടത്തെ ഒരു കാലമാണ്, അന്ന് പട്ടിണിയുടെ കാലമാണ്. പടച്ചോനെ, കാലമൊക്കെ മാറി വന്നു. ഞങ്ങളൊക്കെ വിദേശത്തും അല്ലാതെയും നല്ല തൊഴിലൊക്കെ കണ്ടെത്തി ജീവിതമൊക്കെ മെച്ചപ്പെടുത്തി. ഇന്ന് ഉമ്മ രാജ്ഞിയായി വാഴുകയാണ് വീട്ടിൽ. ആ ഉമ്മാക്ക് ആ മോളടുത്തേക്ക് പോണം, ഈ മരുമോളടുത്തേക്ക് പോണം. അവിടെയൊക്കെയുള്ള വിശേഷങ്ങളിൽ ഉമ്മ പോകും. വണ്ടിയിൽ കയറി അങ്ങ് പോകുമ്പോ വേറെ പേടിക്കാനൊന്നുമില്ല. പോകുന്ന വഴിയിൽ ഇതേതാ മോനെ പള്ളി, ഇതേതാ മോനെ സ്കൂള്, ഇതേതാ മോനെ മദ്രസ എന്നും ഉമ്മ ചോദിക്കുമ്പോ ഞങ്ങൾ മക്കൾ 5-6 എണ്ണത്തിനും ഒക്കെ പറയാനുള്ളത് നമ്മളെ മൂല്യരുത്, അത് നമ്മളെ മൂല്യരുത്, ഇത് നമ്മളെ മൂല്യരുത് എന്നിങ്ങനെ പറയുമ്പോ ആ ഉമ്മാക്ക് ഓരോ ദിവസവും വയസ്സ് കുറഞ്ഞു വരികയാണ്. ഓരോ സന്ദർശനത്തിന്റെ സമയത്തും ഉമ്മാക്ക് ഓരോ വർഷം കുറഞ്ഞു വരുന്നത് പോലെ ജീവിതത്തിന്റെ അന്തിമ മുഹൂർത്തങ്ങളിൽ പോലും ആവേശം കൊണ്ട് ഉമ്മാക്ക് കിട്ടുന്ന ഊർജം, ഉത്സാഹം, സുബ്ഹാനല്ലാഹ്. അതാണ് പേരോട് ഉസ്താദ് എന്ന അന്നത്തെ ആ ചെറിയ മുത്തഅല്ലിം വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചപ്പോൾ ഉമ്മ അന്ന് അനുഭവിച്ച ആ ഒരു ആനന്ദം, ഇന്നിതൊക്കെ കാണുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന സന്തോഷം, ചാരിതാർത്ഥ്യം, എന്തുസ്യാസം വളരെ 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 വലുത്. ഉമ്മയ്ക്ക് ഒരു സൂക്കേടുപ്പല്ല. ഞങ്ങളെക്കാളേറെയൊക്കെ ആരോഗ്യവതിയായ ആ ഉമ്മാക്ക് നിങ്ങൾ വേറുന്നാ മതി എന്നും പറഞ്ഞ് എനിക്കൊരു സഖാഫിയെ തകാഫുല് വേണം, ഒരു ഹാഫിദിനെ തകാഫുല് വേണം, എനിക്കൊരു യതീം ആൺകുട്ടിയെ വേണം, എനിക്കൊരു യതീം പെൺകുട്ടിയെ വേണം, എനിക്കൊരു നല്ല ദഅവാ വിദ്യാർത്ഥിയെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് 6 തകാഫുല് ചേർത്തുന്ന അജ്മാനിലെ ആ സഹോദരനെ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പേര് പറഞ്ഞപ്പോഴേക്ക് ഉസ്താദിനും ആളെ മനസ്സിലായി. സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ പേര് ഈ വലിയ ഉസ്താദുമാരുടെ മനസ്സിൽ കുറിച്ചിടാൻ കഴിയുമ്പോൾ അതിലും വലിയ സാഫല്യം എന്ത്?